ഈ മഴയത്ത് അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ ഉച്ചയ്ക്കുണ്ടാക്കിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും. ഇത് വളരെ ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ സാധാരണ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇത് വളരെ വേഗത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം. അത്ര സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ ഗംഭീരവും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്ത് ഒരു വാഴയിലയിൽ എടുത്തുകൊണ്ട് വയ്ക്കാം. എന്നിട്ട് പൊടികളെല്ലാം ചേർത്ത് ആവശ്യമായ മസാലകളൊക്കെ ചേർക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടി, ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞങ്ങ് വയ്ക്കണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നോർമൽ ചിക്കൻ കറിയാണ്. ഈ ചാനൽ ഇതുവരെ കാണാത്തവർ അവസാനം വരെ കാണണം. മാത്രമല്ല ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു കിലോ സവാള കൊച്ചായിട്ട് അരിഞ്ഞു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ സവാളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ നോർമൽ ചിക്കൻ കറി നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? എല്ലാവരുടെയും കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുമല്ലോ. സവാള ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. സവാള നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അതൊന്ന് വെന്ത് കിട്ടാനാണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഉപ്പാണ് ചേർക്കേണ്ടത്. അതേസമയം സവാള ഒന്ന് മുരിഞ്ഞ് കിട്ടാനാണെങ്കിൽ സവാളയിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം, അളവനുസരിച്ചാണ് സവാളയുടെ 1/2 സ്പൂണ് പഞ്ചസാരയുടേത്. കുറച്ച് സവാള ഉള്ളെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര മതിയാകും. ഇട്ടൊന്ന് തിരുമ്മി വെച്ചതിന് ശേഷം വറുത്ത് വെക്കും. നമുക്ക് നന്നായിട്ട് സവാള മൊരിഞ്ഞ് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സവാളയിൽ ശകലം പഞ്ചസാര ഇട്ടതിന് ശേഷം എണ്ണയിലോ നെയ്യിലോ ഒന്ന് വറുത്തെടുത്ത് നോക്കൂ. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇത് ചിക്കനാണ്. ചിക്കൻ നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചില്ലേ, വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ച ചിക്കനാണ്. അത് നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് പച്ചമുളകും രമ്പയിലയും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. രമ്പയില ഇട്ട മസാലയുടെ അതേ മണമാണ്. ഇലയ്ക്ക് മണമില്ലെങ്കിലും വേകുന്ന സമയത്ത് അത് വെന്തങ്ങ് മണം ഉണ്ടാകും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പോരാത്ത മസാല കൂട്ടും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചിക്കൻ ആവശ്യമായ മസാലകൾ മാത്രമേ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കറിയായിട്ടുണ്ട്, അപ്പോൾ കുറച്ചൊക്കെ കുറയും. പിന്നെ നല്ല ടൊമാറ്റോയുണ്ട്, അതും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല മണമാണ്. ആ രമ്പയിലയുടെയും മസാലകളുടെയും ഒക്കെ കൂടെ ഒരു നല്ല വെളിച്ചെണ്ണ, പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെയും നല്ല മണമാണ്. ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്ന് ആ ചിക്കൻ്റെ പീസസ് മാത്രമേ ഉള്ളൂ. സവാള ഒന്നും കാണാൻ പോലും അത്രയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, ചിക്കൻ കറി വയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ള കുഞ്ഞു ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. ഒരു സിമ്പിൾ ലഞ്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ഞാനിതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
ഇത് വളരെ സിമ്പിളായിട്ട് ആദ്യമായി പാചകം തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സ്വാദുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടവരെല്ലാവർക്കും നന്ദി.